എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ലെവൽസ് ഏതൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കി ശ്രദ്ധിക്കുക. ഓക്കെ, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പോർഷൻ ആണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, എന്താണ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, എത്ര ഫംഗ്ഷൻസ് ആണ് മാനേജ്മെന്റിനുള്ളത്. ഈ ഓരോ ഫംഗ്ഷൻസും നിങ്ങൾ അടുത്ത ചാപ്റ്ററുകളിലായിട്ട് ഓരോ ചാപ്റ്ററായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ഡൺ ത്രൂ അതേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും. ക്ലാസ്സുകളെല്ലാം കൃത്യമായി കണ്ട് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പ്രധാനമായും 5 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഫംഗ്ഷൻ പ്ലാനിങ്, രണ്ടാമത്തത് ഓർഗനൈസിങ്, മൂന്നാമത്തത് സ്റ്റാഫിങ്, നാലാമത്തത് ഡയറക്ടിങ്, അഞ്ചാമത്തത് കൺട്രോളിംഗ് ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ പറയാം മാനേജ്മെന്റിന് 5 ഫംഗ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് പ്ലാനിങ് ആണ്, രണ്ടാമത്തത് ഓർഗനൈസിങ് ആണ്, മൂന്നാമത്തത് സ്റ്റാഫിംഗ് ആണ്, നാലാമത്തത് ഡയറക്ടിംഗ് ആണ്, അഞ്ചാമത്തത് കൺട്രോളിംഗ് ആണ്. ഈ ഓരോ ചാപ്റ്റർ പ്ലാനിംഗ് ആണ്, അത് തൊട്ടടുത്ത ചാപ്റ്റർ ഓർഗനൈസിംഗ് ആണ്, സ്റ്റാഫിംഗ് ആണ്. ഓരോ ചാപ്റ്ററായിട്ട് നിങ്ങൾ ഈ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ്. എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാൽ എന്താണ് പ്ലാനിംഗ് എന്നുള്ളത്, ഓർഗനൈസിംഗ് എന്നുള്ളത്, സ്റ്റാഫിംഗ് എന്നുള്ളത്, ഡയറക്ടിംഗ് എന്നുള്ളത്, കൺട്രോളിംഗ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിന്റെ പ്ലാനിംഗ് എന്നുള്ളത്. പ്ലാനിങ്ങിന്റെ മലയാളം അറിയാം, ആസൂത്രണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്? നമ്മളൊരു വീടൊക്കെ പണിയുന്നതിന് നമ്മൾ പ്ലാൻ ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ മാനേജ്മെന്റിനകത്ത് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്താണ് പ്ലാനിങ് നോക്കിയേ, പ്രൈമറി ഫംഗ്ഷൻ ആണ്. ആദ്യം നമ്മൾ ചെയ്തത് മാനേജ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രൈമറി ഫംഗ്ഷൻ ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആദ്യം ചെയ്യണം. പ്രൈമറി സ്കൂളിലൊക്കെ കിട്ടില്ല, ആദ്യം പോകുന്ന സ്കൂളായതാണ് പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നോക്കുക, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തീരുമാനിക്കുക, അഡ്വാൻസ് ആയി തീരുമാനിക്കുക. എന്താണ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞുതരാം. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫംഗ്ഷൻ ആണ്, മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ്. കൂടാതെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തീരുമാനിക്കുക, ഡിസൈഡ് ചെയ്യുക, അഡ്വാൻസ് ആയി ഡിസൈഡ് ചെയ്യുക. എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്, വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അഡ്വാൻസ് ആയി ഡിസൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തീരുമാനിച്ചു വെക്കുക, വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ആണ് മാനേജ്മെന്റിന്റെ എത്രാമത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്, ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിംഗ് മനസ്സിലാവും, 5 ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിനകത്തുള്ളത്. ഒന്നാമത്തെ ഫംഗ്ഷൻ പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് പ്രൈമറി ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിന്റെ. എന്താണ് പ്ലാനിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്, പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ തീരുമാനിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് പറയാം. അവിടെ നോക്കിയ ഓർഗനൈസിംഗ് ആണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ഓർഗനൈസിംഗ് ആണ്. എന്താണ് ഓർഗനൈസിംഗ് നോക്കിയ, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്നും വേരിയസ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും രണ്ടും അല്ല, 1000കണക്കിന് 100കണക്കിന് മെമ്പേഴ്സ് ഉള്ള ഓർഗനൈസേഷൻ ആണ്. അവർ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സ് പല തരത്തിലായിരിക്കും. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധങ്ങളെ തമ്മിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ്, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്നും വേരിയസ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം ഏത് ഗ്രൂപ്പ് എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ ജോലി കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനിക്കുന്ന ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. ഓരോ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഫംഗ്ഷൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 ഫംഗ്ഷനാണ് നമ്മൾ മാനേജ്മെന്റിന്റെ പഠിച്ചത്. ശ്രദ്ധിക്കുക, 2 ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ഒന്നാമത് പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് ആണ് ആദ്യത്തെ ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷൻ എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. കൂടാതെ പ്ലാനിംഗിനെ എന്താണ് പറയുന്നത്, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി മാനേജ്മെന്റ്. കൂടാതെ എന്താണ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തീരുമാനിക്കുക, വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നതിനെ പ്ലാനിംഗ് എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഓർഗനൈസിംഗ് ആണ്. ബന്ധങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് എന്നും വേരിയസ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനിലുള്ള പല ആളുകളുടെയും ബന്ധങ്ങളെ തമ്മിൽ ക്രോഡീകരിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാനേജ്മെന്റിന് എത്ര ഫംഗ്ഷൻ ആണുള്ളത്, 5 ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിനുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാം, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. 5 ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിയാം. നമ്മൾ 2 ഫംഗ്ഷൻ അത് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് പ്ലാനിംഗ് ആണ്,
പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇത് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് among various members of the organization is called എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ, ശ്രദ്ധിച്ച് നോക്കുക. അടുത്ത മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കിയേ, സ്റ്റാഫിംഗ് ആണ്. ഓർഗനൈസേഷൻ അത് സ്റ്റാഫുകളെ പുട്ടിംഗ് പേഴ്സൺ ഇൻടു ജോബ് എന്നാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്താണ് പുട്ടിംഗ് പേഴ്സൺ ഇൻടു ജോബ്, ജോലിയിലേക്ക് ആളുകളെ എടുക്കുന്ന പ്രോസസ് ആണ് എന്ന് പറഞ്ഞാല് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല്. ഇത് കീ ടു ദി മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം സ്റ്റാഫിംഗ് ആണ്. ഒരുപാട് എക്സാമിൽ ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. എന്താണ് കീ ടു ദി മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ കീ എന്നറിയപ്പെടുന്ന ഫംഗ്ഷൻ ഏതാണ് സ്റ്റാഫിംഗ് ആണ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് മീൻസ് പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്, ജോലിയിലേക്ക് ആളുകളെ എടുക്കുന്ന പ്രോസസ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ. സംശയമില്ലല്ലോ. ഇപ്പൊ 3 പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫംഗ്ഷൻ ആണ്. കൂടാതെ ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് എന്ത് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഓർഗനൈസിംഗ് ആണ്. എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് among various members of the organization is called എന്താണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ അപ്പോൾ ആളുകളുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ് സ്റ്റാഫിംഗ് ആണ്. കീ ടു ദി മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ് സ്റ്റാഫിംഗ് ആണ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത് പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്, ജോലിയിലേക്ക് എന്തെടുക്കുക ആളുകളെ എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും സ്റ്റാഫിംഗ് എന്ന് പറയും. സംശയമില്ല. ആദ്യത്തെ 3 ഫംഗ്ഷൻ സംശയം എന്ന് പറയുന്നത് വിശദീകരിക്കുന്നു. അവിടെ നോക്കിയേ, നാലാമത് എന്താണ് ഡയറക്റ്റിംഗ് ആണ്. ഇറ്റ്സ് ദ കെയർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഹൃദയം എന്നറിയപ്പെടുന്നത് എന്തിനാണോ ഡയറക്റ്റിംഗിനെയാണ്. മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ഹൃദയം എന്നറിയപ്പെടുന്ന ഫംഗ്ഷൻ ഏതാണ്. അപ്പൊ നമ്മൾ അതിനോട് കീ ടു മാനേജ്മെന്റ് ഏതാണ് താക്കോൽ എന്നറിയപ്പെടുന്നത് സ്റ്റാഫിംഗ് ആണ്. കെയർ ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ഡയറക്റ്റിംഗ് ആണ്. രണ്ടും ഓരോ മാർക്കിന് വേണ്ടി എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചാലേ പഠിക്കുക. കീ ടു ദി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ്, കെയർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയേ ആളുകളെ എന്ത് ചെയ്യുക ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇൻസ്ട്രക്ടിംഗ് ഗൈഡിംഗ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു അച്ചീവ് ഓർഗനൈസേഷൻ റിസൾട്ട് എന്നാണ്. നോക്കുക, ഇൻസ്ട്രക്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഗൈഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് പ്രചോദനം കൊടുക്കുക. ഈ ജോലിയിലുള്ള ആളുകളെ ഇൻസ്ട്രക്ട് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് ഒറ്റ വാക്ക് നമ്മൾ എന്ത് പറയും കെയർ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ കെയർ എന്നറിയപ്പെടുന്നത് എന്തിനാണല്ലോ ഡയറക്റ്റിംഗിനെയാണ്. അപ്പൊ പ്രധാനമായും 4 ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണെന്ന് പറയാം. ആകെ 5 ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റ് എന്നുള്ളത്. ആദ്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തത് പ്ലാനിംഗ് ആണ്, രണ്ടാമത് ഡയറക്റ്റിംഗ് ആണ്, രണ്ടാമത് ഓർഗനൈസിംഗ് ആണ്, മൂന്നാമത് എന്താണ് സ്റ്റാഫിംഗ് ആണ്, നാലാമത് ഡയറക്റ്റിംഗ് ആണ്, അഞ്ചാമത് കൺട്രോളിംഗ് ആണ്. ഇത് 4 എണ്ണമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് പ്ലാനിംഗ് ആണ്. പ്രൈമറി ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നതിനാണ് എന്ന് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് among various members of the organization is called എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയും. റിലേഷൻഷിപ്പ് among മെമ്പേഴ്സിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാല് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത് നോക്കിയേ, സ്റ്റാഫിംഗ് ഉപയോഗിക്കുന്നത് എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല് മാനേജ്മെന്റിന് എന്തെന്ന് അറിയപ്പെടുന്നത് കീ ടു ദി മാനേജ്മെന്റ്, മാനേജ്മെന്റ് താക്കോൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് സ്റ്റാഫിംഗിനെ അറിയപ്പെടുന്നത്. സ്റ്റാഫിംഗ് എന്താണ് മനസ്സിലാക്കി തരുന്നത് പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്, ജോലിയിലേക്ക് ആരെ എടുക്കുക ആളുകളെ എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അവിടെ നാലാമത് നമ്മൾ പഠിച്ചത് എന്താണ് ഡയറക്റ്റിംഗ് ആണല്ലോ. എന്നാൽ ഇപ്പോഴത്തെ കെയർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്തിനാണല്ലോ ഡയറക്റ്റിംഗിനെയാണ് മാനേജ്മെന്റിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. ഇത് എന്താ പറയുന്നത് നോക്കി, ഇൻസ്ട്രക്ടിംഗ് ഗൈഡിംഗ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ. ഡയറക്ഷനിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻസും ഗൈഡും മോട്ടിവേഷനും എല്ലാം അവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നു, അവിടുത്തെ പീപ്പിൾസിന് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 4 ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അവസാനത്തെ എന്താണ് കൺട്രോളിംഗ് ആണ്. മൊത്തത്തിലുള്ള നിയന്ത്രണങ്ങളെ കൺട്രോളിംഗ് ഇസ് ദ സോൾ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സോൾ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ് കൺട്രോളിംഗിനാണ് മാനേജ്മെന്റിന്റെ എന്ന് അറിയപ്പെടുന്നത് സോൾ എന്നറിയപ്പെടുന്നത്, ആത്മാവ് എന്ന് അറിയപ്പെടുന്നത്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫോം ടു പ്ലാൻഡ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. നോക്കി എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫോം ടു പ്ലാൻഡ് ആക്ടിവിറ്റി. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചവരാകുമ്പോൾ കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്ന് പരിശോധിക്കുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 50 സാധനം ഉത്പാദിപ്പിക്കണം നമ്മുടെ കമ്പനി എന്ന് തീരുമാനിച്ചു വെക്കുവാണ് പ്ലാനിങ്ങിനകത്ത്. അപ്പൊ കൺട്രോളിംഗ് ചെയ്യുന്നത് ഈ 50 സാധനം നമ്മൾ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞോ, ഉത്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാല് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക്
കൺട്രോളിങ്ങിനെ മാനേജ്മെന്റിന്റെ എന്താണ് അറിയപ്പെടുന്നത്? സോൾ എന്നാണ് അറിയപ്പെടുന്നത്, ആത്മാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് 5 ഫംഗ്ഷൻസ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി വരുമ്പോൾ 5 ഫംഗ്ഷൻസിന്റെ ഉപയോഗങ്ങളും എന്താണ് 5 ഫംഗ്ഷൻസ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ആദ്യമായി ഒരു തവണയും കൂടെ പറഞ്ഞാൽ ശരിക്കാം. നോക്കിയേ, മാനേജ്മെന്റിന് പ്രധാനമായും 5 ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തത് പ്ലാനിംഗ് ആണ്, രണ്ടാമത്തത് ഓർഗനൈസിംഗ് ആണ്, മൂന്നാമത്തത് സ്റ്റാഫിംഗ് ആണ്, നാലാമത്തത് ഡയറക്ടിംഗ് ആണ്, അഞ്ചാമത്തെ എന്താണല്ലോ കൺട്രോളിംഗ് ആണ്. സംശയമില്ലല്ലോ. അതിനകത്ത് ഓരോന്നായിട്ട് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. പ്ലാനിംഗ് പ്രൈമറി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? പ്ലാനിംഗ് എന്ന് പറയും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഓർഗനൈസിംഗ് ആണ്. റിലേഷൻഷിപ്പ് വേരിയസ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് കാൾഡ് ഇതാണ് ഓർഗനൈസിംഗ് എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ പല മെമ്പേഴ്സിന്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാഫിംഗ് ഈസ് ദ കീ ടു ദി മാനേജ്മെന്റ്. മാനേജ്മെന്റ് അക്കോൽ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? സ്റ്റാഫിംഗിനെയാണ്. സ്റ്റാഫിംഗിനകത്ത് എന്താ ചെയ്യുന്നത്? നോക്കി, പുട്ടിംഗ് പീപ്പിൾ ടു ജോബ്, ജോലിയിലേക്ക് എടുക്കുക, ആളുകളെ എടുക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഡയറക്ടിംഗ് ആണ്. ഡയറക്ടിംഗിനകത്ത് എന്താ പറയുന്നത്? നോക്കിയാൽ ഡയറക്ടിംഗ് ഇസ് ദ ഹെയർട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. മാനേജ്മെന്റ് ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ടിംഗ് ആണ്. ഡയറക്ടിംഗിനെ ഏതാ പറയുന്നത്? ഹെയർട്ട് ഓഫ് മാനേജ്മെന്റ് എന്നാണ്. അതിനകത്ത് എന്താണ് പറയുന്നത്? ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ. ജോലി ചെയ്യുന്ന ആളുകളെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് ഇതിനകത്ത് പറയുന്നത്, ഡയറക്ടിംഗിനകത്ത് പറയുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കുക, കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് ഇൻ ദി സോൾ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്തിനാണോ? കൺട്രോളിംഗിനെയാണ്. എന്താണ് അതിനകത്ത്? ആക്ടഡ് ആക്ടിവിറ്റീസ് കൺഫേം ടു പ്ലാൻ ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണ് നടക്കുന്നത് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്ന് പറഞ്ഞാല് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. മാനേജ്മെന്റിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, മാനേജ്മെന്റ് എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടെന്നാണ് പറയാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. മാനേജ്മെന്റിനെ ഒരു ആർട്ടായിട്ട് പറയുന്നു, മാനേജ്മെന്റിനെ ഒരു സയൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു, മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആയിട്ട് കാണുന്നു. ഈ 3നും, ആർട്ടിനും സയൻസിനും പ്രൊഫഷനും ഉള്ള ചില ഫീച്ചേഴ്സ് ഇതിനുണ്ട്, മാനേജ്മെന്റിനും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അങ്ങനെ പറയാൻ കാരണം നോക്കാം. അത് നോക്കിയേ, മാനേജ്മെന്റ് ഇസ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കലയാണ്. ഒരുപാട് കഴിവുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ട്. ചിത്രം വരയ്ക്കുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ഇതൊക്കെ എന്താണ്? ആർട്ടിന് ഉദാഹരണമാണ് അല്ലേ? അപ്പൊ ആർട്ട് ഈസ് എ സ്കിൽഫുൾ ആപ്ലിക്കേഷൻ ഓഫ് അക്വയർഡ് നോളജ് ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ഡിസൈഡ് റിസൾട്ട്. ആർട്ട് ഈസ് എ സ്കിൽഫുൾ ആപ്ലിക്കേഷൻ ഓഫ് അക്വയർഡ് നോളജ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നോളജ് മനസ്സിലാക്കുക. അക്വയർഡ് നോളജ് ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ഡിസൈഡ് റിസൾട്ട് എന്നാണ്. നമുക്ക് വേണ്ട റിസൾട്ടിന് വേണ്ടി നമ്മൾ സ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറഞ്ഞാല് ആർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കി, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് ക്രിയേഷൻ ഓഫ് സ്കിൽ. ആർട്ടിനകത്ത് പ്രധാനമായിട്ട് പറയാൻ വേണ്ട കാര്യം എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. നോളജ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പേഴ്സണൽ സ്കില്ലിനെ പുറത്തു കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ടിന് പ്രധാനമായും 3 ഫീച്ചേഴ്സ് ഉണ്ട്. നോക്കിയേ, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട് വേണം, ക്രിയേറ്റിവിറ്റി വേണം, കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം. ആ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കി മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആർട്ട് ചെയ്യാൻ പറ്റൂ. ക്രിയേറ്റിവിറ്റി വേണം. നമ്മൾ എന്ത് വേണം? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അത് നോക്കി, കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം, നമുക്ക് സ്ഥിരമായ പരിശീലനം വേണം. ഈ 3 ഫീച്ചേഴ്സ് എന്തിനു വേണം? ആർട്ടിന് വേണം. ഈ 3 ഫീച്ചേഴ്സും ഈ പറഞ്ഞിരുന്ന പ്രാക്ടിക്കൽ നോളജും ക്രിയേറ്റിവിറ്റിയും കണ്ടിന്യൂസ് പ്രാക്ടീസും പോലുള്ള ഫീച്ചേഴ്സ് എന്തിനും ആവശ്യമാണെന്നാണ് പറയുന്നത്. മാനേജ്മെന്റിനും വേണ്ടതാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റിനെ ആർട്ട് എന്ന് പറയുന്നത്. മാനേജ്മെന്റിനെ കലയാണെന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന ആർട്ടിന്റെ എല്ലാ ഫീച്ചേഴ്സ് എന്തിനും വേണ്ടതാണ്? മാനേജ്മെന്റിനും വേണ്ടതുകൊണ്ടാണ് മാനേജ്മെന്റിനെ എന്തെന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. എന്നോട് പറയാം, ആർട്ട് എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾ ആപ്ലിക്കേഷൻ ഓഫ് അക്വയർഡ് നോളജ് ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ഡിസൈഡ് റിസൾട്ട് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. ആർട്ടിന്റെ പ്രധാനമായും 3 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. പ്രാക്ടിക്കൽ നോളജ്, ക്രിയേറ്റിവിറ്റി, കണ്ടിന്യൂസ് പ്രാക്ടീസ് തുടങ്ങിയ കുറെ ഫീച്ചേഴ്സ് ആർട്ടിനുണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം മാനേജ്മെന്റിനും വേണ്ടതുകൊണ്ടാണ് മാനേജ്മെന്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്? അപ്പൊ അത് നമുക്ക് സയൻസ് നമുക്കറിയാം. സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് അക്വയർഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്. നമ്മൾ ഒരുപാട് ഒബ്സർവേഷൻ ചെയ്തു, ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി തെളിയിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് എന്തെന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത്. H2O എന്ന് പറഞ്ഞാൽ എന്താണ്? ജലമാണ്. നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് ലോകത്ത് എവിടെ ചെന്നാലും എന്താണ്? H2O ജലമാണ് അല്ലെ? അതുപോലെ തന്നെ സയൻസ് അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്ന് പറയുന്നത്. അതുപോലെ ഒബ്സർവേഷന്റെ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിയിച്ചു വെച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാല് സയൻസ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒരുപാട് തത്വങ്ങളുടെയും പ്രിൻസിപ്പിൾസിനെ
അടിസ്ഥാനത്തിൽ നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുള്ളതാണ് മാനേജ്മെന്റ് തത്വങ്ങളും. അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് സയൻസിൽ പ്രധാനമായി 3 ഫീച്ചേഴ്സ് ആണുള്ളത്. നോക്കിയേ, സയൻസിനുള്ള ഫീച്ചേഴ്സ് നോക്കിയേ. പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്, പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുള്ളതാണ്. മാനേജ്മെന്റ് എന്താണ്? ഒരുപാട് പരീക്ഷണങ്ങളുടെയും ഒരുപാട് പ്രാക്ടീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുള്ളതാണ് മാനേജ്മെന്റ്. ഓക്കെ, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ നമുക്ക് രാജ്യം മുഴുവൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ സയൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ മാനേജ്മെന്റ് സയൻസിന് ഏതാണ്ട് ഒരേപോലെയുള്ള ഫീച്ചേഴ്സ് ആണ്. എക്സാക്ട് സയൻസ് എന്ന് നമുക്ക് മാനേജ്മെന്റിനെ പറയാൻ പറ്റത്തില്ലെങ്കിലും മാനേജ്മെന്റിനെ എന്തെന്ന് പറയാൻ നമുക്ക് സയൻസ് ആണെന്ന് പറയാം. കാരണം അപ്പൊ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ സയൻസ് ഈസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് അക്യൂർഡ് ബൈ എന്തിലൂടെ കിട്ടുന്നതാണ് നോളജ്? ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ, നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കിട്ടുന്ന നോളജാണ് സയൻസ് എന്ന് പറഞ്ഞാൽ. മാനേജ്മെന്റും അതുപോലെ ഒരുപാട് നിരീക്ഷണങ്ങളുടെ എക്സ്പെരിമെന്റിന്റെ ഒക്കെ ബേസിലും ഒക്കെ കിട്ടുന്നതാണ് മാനേജ്മെന്റിന്റെ തത്വങ്ങൾ. അതുപോലെ മാനേജ്മെന്റ് യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. സയൻസും യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് നോക്കിയേ, മാനേജ്മെന്റ് എന്താണ്? ഒരു പ്രൊഫഷൻ ആണ്. മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ ഇസ് ആൻ ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ? ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ നോളജ് ആൻഡ് ട്രെയിനിങ്. നമുക്ക് എന്താണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ? ഒരു തൊഴിലാണ്, ഒരു ഒക്യുപ്പേഷൻ ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബാക്ക്ഡ് ബൈ നോളജ് ആൻഡ് ട്രെയിനിങ്. ഒരുപാട് അറിവുള്ളവരൊക്കെ ചെയ്യുന്ന ട്രെയിനിങ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എന്താവാൻ പറ്റൂ? പ്രൊഫഷണൽ ആവാൻ പറ്റൂ. എന്താണ് പ്രൊഫഷൻ? എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് പ്രൊഫഷൻ എക്സാമ്പിൾ? ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഒക്കെ എന്താണ് അവരുടെ ജോലിയെ പ്രൊഫഷണലായി കൊണ്ട് നടക്കുന്നവരാണ്. നമുക്ക് വെറുതെ പോയി ഡോക്ടർ ആവാനോ വക്കീലാവാനോ പറ്റില്ല. നമ്മൾ ഡോക്ടർ ആവുന്നതിന് ചില വക്കീലാവുന്ന LLB ഒക്കെ പാസ്സാവണം. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റും. അങ്ങനെ വെറുതെ ഒരാൾക്ക് മാനേജർ ആവാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മാനേജർ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് പ്രൊഫഷൻ എന്ന് പറയാം? കാരണം നോക്കി, പ്രൊഫഷന്റെ ചില ഫീച്ചേഴ്സും മാനേജ്മെന്റ് ചില ഫീച്ചേഴ്സ് എന്താണ് ഒരുപോലെയാണ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്തെന്ന് പറയുന്നത് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എന്താണ് നോക്കി, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റിന്റെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഫഷൻ ആകുമ്പോൾ ഡോക്ടർ എങ്ങനെയൊക്കെ പെരുമാറണം, ഒരു വക്കീൽ എങ്ങനെയാവണം, ഒരു കോടതി ചെന്നാൽ അങ്ങനെയൊക്കെ നേരത്തെ അവർ വെൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ. അവർ എങ്ങനെയാണെന്ന് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്. ഫോർമൽ ട്രെയിനിങ്, അവർക്ക് ട്രെയിനിങ് കൃത്യമായിട്ട് കൊടുക്കും. ഡോക്ടറുടെ ട്രെയിനിങ് കൊടുക്കും, വക്കീലിന്റെ കാര്യങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ മാനേജർക്കും ഫോർമൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രൊഫഷണൽ അസോസിയേഷൻ, ഡോക്ടേഴ്സിന് അവരുടെ അസോസിയേഷൻ ഉണ്ട്. ഈ വക്കീലന്മാർക്ക് ബാർ കൗൺസിൽ എന്നൊക്കെ പറയുന്നത് പോലെ മാനേജ്മാർക്കെല്ലാം കൂടെ ഇന്ത്യയിലുണ്ട്. AIMA എന്നൊക്കെ പറയുന്ന അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻസ് ഒക്കെ പ്രൊഫഷനിലും വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനും ഉണ്ട്. മാനേജ്മെന്റിനും ഉള്ളതുകൊണ്ടാണ് മാനേജ്മെന്റ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊഫഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്. 3 പ്രധാനപ്പെട്ട നേച്ചറാണ് മാനേജ്മെന്റിനകത്തുള്ളത്. ആദ്യം പറയാം. ആദ്യം നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് എന്താണെന്നാണ്? ആർട്ടാണെന്നാണ് പറയാൻ കാരണം. നമ്മൾ പറഞ്ഞു ആർട്ട് ഈസ് സ്കിൽഫുൾ ആപ്ലിക്കേഷൻ ഓഫ് അക്വയർഡ് നോളജ് ഫോർ ദി അച്ചീവ്മെന്റ് ഓഫ് ഡിസൈർഡ് റിസൾട്ട് എന്നാണ്. ആദ്യം വേണ്ട ചില ഫീച്ചേഴ്സും മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സും ഒരേപോലെയാണ്. എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണോ? പ്രാക്ടിക്കൽ നോളജ് വേണം, ക്രിയേറ്റിവിറ്റി വേണം, കണ്ടിന്യൂസ് ട്രെയിനിങ് ഒക്കെ വേണം. ഇത് 3 എന്തിനു വേണം? മാനേജ്മെന്റിനും വേണ്ടതുകൊണ്ട് മാനേജ്മെന്റിന് നമ്മൾ എന്ത് പറയുന്നു? ആർട്ട് എന്ന് പറയുന്നു. അടുത്ത് നോക്കി, മാനേജ്മെന്റിന്റെ സയൻസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കാം. ആദ്യം സയൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. അക്വയർഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. നിരീക്ഷണത്തിന്റെയും പരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന അറിവിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അതുപോലെ മാനേജ്മെന്റ് സയൻസിന് ചില ഫീച്ചേഴ്സ് ഒരുപോലെയാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് സയൻസിനുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെന്റിന് കുറെ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. മാനേജ്മെന്റിന്റെ തത്വങ്ങളും സയൻസിന്റെ തത്വങ്ങളും എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. ലോകം മുഴുവൻ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സയൻസ് എന്ന് പറയാൻ കാരണം. പ്രൊഫഷൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ ഇസ് ആൻ ഒക്യുപ്പേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ ട്രെയിനിങ് ഒക്കെയാണ്. പ്രൊഫഷൻ ഒരു തൊഴിലാണ്. നോളജും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമായ ഒരു തൊഴിലാണ്. മാനേജ്മെന്റിന് ഇതെല്ലാം ആവശ്യമുണ്ട്. പ്രൊഫഷന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആർക്കും വേണം, മാനേജ്മെന്റിനും വേണം. അതുകൊണ്ടാണ് മാനേജ്മെന്റിനെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഫീച്ചേഴ്സ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കണം, ഫോർമൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം, പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടായിരിക്കണം. ഇത് 3 മാനേജ്മെന്റിനും ഉണ്ടായിട്ടാണ് മാനേജ്മെന്റിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം മുതൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതോട് ചേർത്ത് പറയാം. ആദ്യം നമ്മൾ മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു,
ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചത്. 5 ഫംഗ്ഷൻ ഉണ്ടെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് പഠിച്ചു. ഇത് മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ 1ാമത്തെ ചാപ്റ്ററുകളൊക്കെ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ വളരെ